മലയാളികളുടെ പ്രിയ താരങ്ങളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും വിവാഹിതരായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ തൃശൂർ വടക്കുംനാഥിന് മുന്നിൽ വെച്ചാണ് ഇരുവരും ഒന്നായത്. ശേഷം വിവാഹ സൽക്കാരം നടന്നിരുന്നു. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഗോപികയെ ചേർത്ത് നിർത്തി നിൽക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. തൃശൂർ ഇരവിമംഗലത്തെ പുഴയോരത്ത് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ അതിഗംഭീര ചടങ്ങിൽ വെച്ച് ഗോവിന്ദ് പത്മസൂര്യ ഗോപികയുടെ കഴുത്തിൽ പൂമാല ചാർത്തി. ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ നൂറുകണക്കിന് ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിന് പങ്കെടുത്തു. ഇവരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങുകൾ. മലയാള സിനിമയിലെയും സീരിയലിലെയും ഒട്ടേറെ താരങ്ങൾ ഇരുവരെ ആശീർവദിക്കാനും ആശംസകൾ നേരാനും എത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാഹ ഒരുക്കങ്ങളുമായി തിരക്കിലായിരുന്നു ജിപിയും ഗോപികയും. വസ്ത്രം, ഓർണമെന്റ്സ് എന്നിവയെല്ലാം എടുക്കാനായി കുടുംബസമേതം പോയതിന്റെ വീഡിയോ അടക്കം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ജിപി പങ്കിട്ടിരുന്നു. മോഹൻലാൽ അടക്കമുള്ള സെലിബ്രിറ്റികളെ ജിപിയും ഗോപികയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ എമ്പുരാന്റെ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകേണ്ടതിനാൽ വരാൻ സാധിക്കില്ലെന്ന് ക്ഷണിക്കാനായി ചെന്നപ്പോൾ തന്നെ ജിപിയോടും ഗോപികയോടും മോഹൻലാൽ പറഞ്ഞിരുന്നു. വിവാഹത്തിന് ക്ഷണിക്കാനായി മോഹൻലാലിന്റെ അടുത്ത് പോയതിന്റെ വീഡിയോയും ഗോവിന്ദ് പത്മസൂര്യ യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടിരുന്നു. അവതാരകൻ എന്നതിലുപരി നടൻ കൂടിയാണ് ജിപി. അവതാരകൻ എന്നതിലുപരി നല്ലൊരു നടൻ കൂടിയാണ് 36-കാരനായ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജിപി. മലയാളത്തിലും തെലുങ്കിലുമായി ഇതിനോടകം നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചു. 2008 പുറത്തിറങ്ങിയ അടയാളങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ജിപി സിനിമയിൽ തുടക്കം വെച്ചത്. രണ്ടാമത്തെ സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമായിരുന്നു. ഡാഡി കൂൾ ആയിരുന്നു രണ്ടാമത്തെ സിനിമ. ചിത്രവും ജിപിയുടെ കഥാപാത്രവും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് നിരവധി മലയാള സിനിമകളിൽ ജിപി പ്രവർത്തിച്ചു. അതിലേറെ നടൻ മമ്മൂട്ടിക്കൊപ്പമാണ്. സുരേഷ് ഗോപിക്കൊപ്പവും ഗോവിന്ദ് പത്മസൂര്യ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടെ നിരവധി സിനിമാ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ജിപിക്ക് സാധിച്ചു. വിവാഹത്തിന് നടൻ ജയസൂര്യ കുടുംബസമേതമാണ് എത്തിയത്. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളതിനാൽ തെലുങ്കിലെ ഏതെങ്കിലും സൂപ്പർ താരങ്ങൾ ജിപിയുടെ വിവാഹത്തിന് എത്തുമോ എന്ന ചർച്ചയും ആരാധകർക്കിടയിൽ നടന്നിരുന്നു. കാരണം അല്ലു അർജുൻ അടക്കമുള്ളവർക്കൊപ്പം മികച്ച പ്രകടനങ്ങളാണ് അല വൈകുണ്ഠപുരമലു സിനിമയിൽ ജിപി കാഴ്ചവെച്ചത്. വിവാഹത്തിന് വലിയ സെലിബ്രിറ്റികൾ വരുമെന്ന് ഗോവിന്ദ് പത്മസൂര്യ പറഞ്ഞതോടെയാണ് ആരാധകർക്കിടയിൽ ചർച്ചകൾ തുടങ്ങിയത്. ബംഗരാജു എന്ന ചിത്രത്തിൽ നാഗാർജുനയ്ക്കും നാഗചൈതന്യയ്ക്കുമൊപ്പം ജിപി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടെയാണ് തെലുങ്കിൽ ഗോവിന്ദ് പത്മസൂര്യയ്ക്ക് കൂടുതൽ സൗഹൃദങ്ങളും സിനിമാ അവസരങ്ങളും തെലുങ്കിൽ തുറന്നു കിട്ടിയത്. മാത്രമല്ല തെലുങ്കിലെ താരങ്ങളുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ചെല്ലാം ജിപി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു. ആ സ്ഥിതിക്ക് അങ്ങനെ ആരെങ്കിലും എത്തുമെന്നാണ് ആരാധകർ പറഞ്ഞത്. വിവാഹം പ്രമാണിച്ച് ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ. ലൈം ഗ്രീൻ പിങ്ക് സാരിയിൽ ഒരു രാജ്ഞിയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് ഗോപിക എത്തിയത്. റോയൽ ഷെർവാണി സ്യൂട്ടിലാണ് ജിപി മണ്ഡപത്തിലേക്ക് എത്തിയത്. തികച്ചും രാജകീയ വിവാഹമെന്നാണ് പലരും പറഞ്ഞത്. കസവ് സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിമ്പിൾ മേക്കപ്പുമാണ് താലികെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത്. കസവും മുണ്ടും നേരിയതുമായിരുന്നു ജിപിയുടെ വേഷം. ഗോപികയുടെയും ജിപിയുടെയും ഇരു കുടുംബങ്ങളും താലികെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമയുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.